ഈ ഒരു ഓണം വ്ളോഗ് ഇങ്ങനെയൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂലെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് പറയണേ ഗൈഷ്. ഞാൻ അവസ്ഥയിലാണ് എന്ന് എനിക്ക് പറയേണ്ടി വന്നേനാ. ഇവരെന്ന് ഷേക്ക് കടിച്ചു കുടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ബഹളം വയ്ക്കും. അയ്യോ ഇത് ഷേക്ക് കുടിച്ചിട്ട് അസുഖങ്ങളൊക്കെ വരുത്തി വയ്ക്കാനാണൊക്കെ പറയാൻ പറ്റുന്നത്. നിങ്ങൾ വിളമ്പി. ഓ അവിടെ എത്തി കൂടിപ്പോയല്ലേ ഇഞ്ചി. അത് അബീരിയാണ്. ഇഞ്ചി അത്രയും കൂട്ടാണ്. എന്ത് ഒരു ഉച്ചയൊക്കെയായപ്പോൾ എനിക്ക് ഒന്നും കഴിക്കാൻ വയ്യ. ഫുഡ് കാണുമ്പോൾ ഞാൻ വോമിറ്റ് ചെയ്യും. വാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓണം എന്തൊരു ഭഗവാനെ ചിരിക്കുമല്ലേ കോമഡിയൊക്കെ. ഓണം വ്ളോഗ് വീഡിയോ ആണ്. ഓയാണ് ഓണം. എനിക്ക് ബോയൊക്കെ ആണെന്നുള്ള എനിക്ക് അറിഞ്ഞു ഗൈസ്. എനിക്ക് എന്തൊക്കെ വശപ്പിശകളുണ്ട് വയ്യ എനിക്ക്. ഓണം വ്ളോഗ് വീഡിയോ ആണ്. ആക്ച്വലി ഈ ഒരു ഓണം വ്ളോഗ് ഇങ്ങനെയൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂലെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് പറയണേ ഗൈസ്. ഞാൻ അവസ്ഥയിലാണ് എന്ന് എനിക്ക് പറയേണ്ടി വന്നേനാ. പക്ഷെ ഇപ്പോഴും ഞാൻ അവസ്ഥയിലാണ്. പക്ഷെ ഞാനിങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും ഓക്കെ എനിക്കൊരു വ്ളോഗ് എടുക്കാനുള്ള ആരോഗ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങൾ കണ്ടിട്ട് വാ ഗൈസ്. ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തവരില്ലേ, സ്മൂത്തനിങ് ആയാലും ബോട്ടോക്സ് ആയാലും എന്ത് ചെയ്തവരായാലും നമ്മളെ മുടി വളർന്നു എന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ പകുതി എത്തുമ്പോഴും നമ്മളെ മുടി ഇതേപോലെ ഓന്തുപോലെ ചുരുണ്ട് വരും. അതായത് ആ റൂട്ടിൻ്റെ അവിടെ ഓന്ത് ചുരുളും. അങ്ങനെ എൻ്റെ ചുരുളാൻ സഹായിച്ച ഒരു പ്രോഡക്റ്റാണ്. വൺ ഓഫ് ദ പ്രോഡക്ട്സിലെ ഒരു പ്രോഡക്റ്റാണ് ദ ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 20% ആക്റ്റീവ് പെപ്റ്റൈഡ് സ്റ്റെം സെൽ ഹെയർ ഗ്രോത്ത് സീറം. ആൻഡ് ഗൈസ് ഇത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സീറമാണ്. നിങ്ങൾക്ക് നല്ല ഹെയർ തിന്നിങ് ഉണ്ട്, ബ്രേക്കേജ് ഉണ്ട്, ഹെയർ ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീറം യൂസ് ചെയ്യാം. ആൻഡ് നമ്മളൊരു ടെസ്റ്റ് കൂടെ ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ ഈ വിളൈ മോതിരം കൈ ഉണ്ടോ അതിനകത്ത് ഞാൻ നമ്മുടെ ഈ ഒരു ഡെർമാക്കോടെ സിറവും മറ്റേ കയ്യിൽ വേറൊരു ഹെയർ സീറമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഏതാണ് ഓയിൽ അല്ലെങ്കിൽ എന്താ പറയുക ഓയിൽ ഫ്രീ എന്ന് നമുക്ക് നോക്കാം. സോ രണ്ട് കയ്യിലും അപ്ലൈ ചെയ്തു. അതിന് ശേഷം ഒരു ബ്ലോട്ടിംഗ് പേപ്പർ എടുക്കുക. അതാ ഓൾറെഡി അബ്സോർബ് ചെയ്തിട്ടാണ് ഞാൻ വച്ചു കൊടുക്കുന്നത്. കണ്ട ഇങ്ങനെ അങ്ങ് ഇളകിപ്പോവും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് ഓയിൽ ഫ്രീ ആണ്. മറ്റേത് അബ്സോർബായി അവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് ഓയിൽ അബ്സോർബ് ചെയ്യണം ബിക്കോസ് അതിനകത്ത് ഓയിലുണ്ട്. അപ്പോൾ ഓയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല യൂസ് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ കോളേജിലും സ്കൂളിലും അല്ലെങ്കിൽ വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് കണക്ക് എപ്പോഴും ഓയിൽ എണ്ണ ഒരുമാതിരി എണ്ണ മുക്കി കണക്ക് ഇരിക്കുക. അത് കണക്ക് താല്പര്യം ഇല്ലാത്തവരാണ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുക. കാരണം ഇത് നൈറ്റോ മോർണിംഗോ നിങ്ങൾക്ക് യൂസ് ചെയ്തൊന്ന് മസാജ് ചെയ്യുമ്പോൾ ഒരു നനവ് കാണും. അതൊന്ന് ഡ്രൈ ചെയ്തെടുത്താൽ കൈസ് ഇട്ടിട്ടുണ്ടെന്നേ അറിയാൻ വേണ്ടിയിട്ട് പറ്റൂല. അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതിനകത്ത് അനാജം വരുന്നുണ്ട്. സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ റെഡ് സെൽ ഇതിനകത്ത് വരുന്നുണ്ട്. സോ അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. നന്നായിട്ട് ഹെയറിന് ഉള്ളു വരും. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോങ്ങർ തിക്കർ ആൻഡ് ഫുള്ളർ ഹെയറിന് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഡെർമാക്കോടെ എല്ലാ പ്രോഡക്ട്സും ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. പിന്നെ ഗ്ലാമി 2024 എന്നുള്ള കോട്ട ഇപ്പോഴത്തെ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും ഡെർമാക്കോടെ വെബ്സൈറ്റിൽ. സോ അതുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഓരോ തവണ ഡെർമാക്കോയിൽ നിന്ന് പ്രോഡക്ട്സ് വാങ്ങുമ്പോൾ 20,000-ലധികം സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എഡ്യൂക്കേറ്റ് അലോങ് വിത്ത് ഭൂമി. സോ എന്തായാലും അതൊരു ഹെൽപ്പാണ്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഈ പ്രോഡക്ട്സ് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ്. എനിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ 11-ാം തീയതി നമ്മളിവിടെ നിന്ന് ഓണക്കോടിയൊക്കെ എടുത്ത് കാവടി തുള്ളി പോയില്ലേ, അന്ന് 11-ാം തീയതി രാവിലെ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. ഉച്ചയ്ക്ക് എനിക്ക് ആലോചിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരണം. സത്യം എനിക്ക് ആലോചിക്കാൻ വയ്യ എനിക്ക് കഴിച്ച ഫുഡുകളൊന്നും. ഉച്ചയ്ക്ക് ഞാനൊരു സാലഡ് കഴിച്ച്, നൈറ്റ് ഞാൻ ഒരു 2 ടൈപ്പ് ഓഫ് ഫുഡ് കഴിച്ച്, ഒരു റൈസും കഴിച്ചു. അപ്പോൾ എനിക്ക് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഒരു പ്രശ്നമല്ല, യാതൊരു ഇഷ്യൂ ഇല്ല. പക്ഷേ പിറ്റേന്ന് നെക്സ്റ്റ് മോർണിംഗ് മുതൽ ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ഒരു ഏത്തപ്പഴം പുഴുങ്ങിയതാണ് കഴിച്ചത്. അതായത് ഏത്തപ്പഴം അവിച്ചത് കഴിച്ചതിന് ശേഷം ഉച്ചയൊക്കെയായപ്പോൾ എനിക്ക് ഒന്നും കഴിക്കാൻ വയ്യ. ഫുഡ് കാണുമ്പോൾ ഞാൻ വോമിറ്റ് ചെയ്യും. എനിക്ക് പിന്നെ ഒരു തവണ ഞാൻ ഛർദ്ദിച്ചു, ഒരു തവണ. അപ്പം ഞാൻ വിചാരിച്ചാൽ ഗ്യാസ് കയറിയിരിക്കണേണ്ടായിരിക്കും. അപ്പോൾ ഗ്യാസ് അല്ല. എനിക്കെന്ന് വെച്ചാൽ നമ്മുടെ ഈ എല്ലിൻ്റെ താഴെ ഭയങ്കര വേദന, ഈ വാരി എല്ലിൻ്റെ താഴോട്ട് ഭയങ്കര വേദന, അടിവയർ വേദന, നടുവേദന. 12-ാം തീയതി വൈകിട്ടൊക്കെ ആയപ്പം കൈയും കാലും ഒക്കെ വേദന, ഈ റിസ്റ്റിൻ്റെ ഇവിടെ വേദന, ഷോൾഡർ വേദന. അപ്പം ഞാൻ പനിക്കണം. അപ്പം അമ്മ പറഞ്ഞു വാ നമുക്ക് ആശുപത്രിയിൽ പോവാം, പനിയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കുറയും വയറിൻ്റെ വേദനയൊക്കെ. അപ്പം അമ്മയും പറഞ്ഞു ചിലപ്പോൾ പനിയിൽ ഇത് കൊണ്ടായിരിക്കും വയറ് വേദനയെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും. പക്ഷെ പിറ്റേന്നായപ്പം അനങ്ങനില്ല.
എന്നുവെച്ചാൽ കട്ടിലിൽ നിന്ന് ഇങ്ങനെ എണീക്കാൻ വയ്യ. കട്ടിലിൽ ആരോ കാന്തം വെച്ച്, കട്ടിലല്ല ഞങ്ങൾ തറയിൽ ഇട്ടിട്ടാണ് കിടക്കണം, ബെഡിൽ ഇങ്ങനെ ആരോ കാന്തം വെച്ച് പിടിച്ച കണക്ക് എനിക്ക് ഇങ്ങനെ എണീക്കാൻ വയ്യ. അങ്ങനെ വെച്ച് 12-ാം തീയതി ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നേരെ ഇവിടെ നിന്ന് ഞാനും ആളൂടെ ആശുപത്രി പോയി ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ. അപ്പോൾ ഡോക്ടർ എനിക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ ആയി ടാബ്ലറ്റൊക്കെ തന്ന് ഇത് പനിക്കുള്ളതൊക്കെ തന്ന് ട്രിപ്പ് ഇടാൻ പറഞ്ഞു. ഞങ്ങളുടെ BP ഭയങ്കര ലോ ആയിരുന്നു. പക്ഷേ എനിക്ക് ട്രിപ്പ് ഇട്ട് അവിടെ എനിക്ക് വീട്ടിൽ വന്ന് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കിടന്നത്. അപ്പോൾ അങ്ങനെ ട്രിപ്പ് ഇട്ടില്ല. ഡോക്ടറിൻ്റെ അടുത്ത് എനിക്ക് എടുക്കാം, ഒന്നാമത്തെ ദിവസം എനിക്ക് സൂചി ഇഞ്ചക്ഷൻ എടുക്കാൻ വയ്യ. അങ്ങനെ ഞാൻ എന്തോ ചെയ്തെന്ന് വെച്ചാൽ മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു, ഗുളിയെ കഴിച്ച് ഞാനൊന്ന് ഉച്ചയ്ക്ക് കിടന്നുറങ്ങി. ഓക്കെ ഫൈൻ, ഉച്ചയ്ക്ക് നമ്മൾ കിടന്നുറങ്ങുമല്ലോ, ഗുളിയൊക്കെ ക്ഷീണത്തിൽ ഉറങ്ങി. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ആ ഒരു വയറുവേദനയ്ക്ക് ഒരാശ്വാസമുണ്ട്. പക്ഷേ എൻ്റെ പൊന്നു ഗായ്സ്, രാത്രിയായപ്പോൾ എനിക്ക് ഒട്ടും ഇരിക്കാനും വയ്യ, നടക്കാനും വയ്യ. ഞാൻ ഓട്ടത്തോടോട്ടം. ഞാൻ ഇവിടെ ആരും ഇറക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഇത് തടവ് പാട്. കാരണം എനിക്കെന്താണെന്ന് അറിയുമോ, എനിക്കെന്തെങ്കിലും വയ്യായിക വന്നാൽ എനിക്ക് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എനിക്ക് പാടിത്തരണം. അതെന്നെ അമ്മ ശീലിപ്പിച്ചതാണ്. കാരണം എനിക്ക് പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര പെയിനാണ്. അപ്പം അന്നൊന്നും ആശുപത്രി കൊണ്ടുപോകാൻ എൻ്റെ അമ്മയ്ക്ക് പറ്റാത്തതുകൊണ്ട് അമ്മ എപ്പോഴും എൻ്റെ വേദന ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരാറില്ല ഗൈസ്. ഞാൻ അമ്മമാർ കിടന്ന് ഓട്ടവും വിളിയും കൊഞ്ച് കണക്കായിപ്പോവും. ഞാൻ എന്നുവെച്ചാൽ ജീവനുണ്ടോ ഉണ്ട്, പക്ഷേ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലായിപ്പോവും. അപ്പോൾ അന്ന് മുതൽ അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ ജനറൽ അമ്മ എന്നെ പാട്ട് പാടി നടുവിൽ തടവി ഉറക്കും. അപ്പോൾ എനിക്കിപ്പോൾ എപ്പോഴും അസുഖം വന്നാലും വെച്ചാൽ ചെറിയ അസുഖം വന്നാലും ഞാൻ ഇത് കണക്ക് നിൽക്കും. പക്ഷേ എനിക്ക് ഒട്ടും പറ്റാത്തപ്പോഴത്തേക്ക് അമ്മ ഇത് കണക്ക് പാടും. ഏത് പാട്ടെന്ന് വെച്ചാൽ ഏതാ പാട്ട് പാട്ട് പാടി ഉറക്കാൻ ഞാൻ താമരപ്പൂവും പൈതൽ. അപ്പോൾ അമ്മയ്ക്ക് ഓൾറെഡി പനിയായിരുന്നു. അപ്പോൾ അമ്മ എടുത്ത് പാട്ട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വയ്യെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിബിൻചേട്ടനെ കൊണ്ടാണ് ഗൈസ് ആ പാട്ട് പാടി ഉറക്കാൻ ഞാൻ താമരപ്പൂവും പൈതലും ഒന്ന് പാടിപ്പിച്ചത്. പിന്നെ നിങ്ങൾ ചോദിക്കും യൂട്യൂബ് നോക്കി പാടിയാൽ പോരായിരുന്നു. ഗൈസ് യൂട്യൂബ് കേൾക്കാം, പക്ഷേ നീ ഇഷ്ടമുള്ളവരൊക്കെ പാടിത്തരണം. പിന്നെ കൊച്ചേർക്കാൻ പാടി എന്നൊക്കെ പറഞ്ഞ് പാടി. എന്നെ ഞാൻ പറഞ്ഞു വേണ്ടടാ എനിക്ക് ഒന്നത് വയ്യ എന്നൊക്കെ പറഞ്ഞ് അവനെ ഞാൻ അവോയ്ഡ് ചെയ്ത് വിട്ട്. അതിന് ശേഷം പാടിയതിനൊക്കെ ശേഷം പിറ്റേന്ന്, അതായത് 13-ാം തീയതി ഒട്ടും വയ്യ. രാവിലെ എണീറ്റിട്ട് ഞാൻ നിൽക്കണേ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ. കാരണം എനിക്ക് അതൊരു വയറുവേന. ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഒരു നടപടി ആവണില്ല, ഒരു ഗ്യാസ്ട്രോളജിസ്റ്റിനെ കാണുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗ്യാസ്ട്രോളജിസ്റ്റിനെ കഴിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ നെടുമങ്ങാട് ഗ്യാസ്ട്രോളജിസ്റ്റിൻ്റെ OP അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഞാൻ പൂജപ്പുര ഒരു സ്ഥലത്താണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ വിളിച്ചപ്പോൾ അവർക്ക് ഓണായിട്ട് ഡോക്ടേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. പിന്നെ വേറെ എവിടെയൊക്കെ വിളിച്ചപ്പോൾ 6 മണി മുതലൊക്കെ 7 മണി മുതലൊക്കെ ഉള്ളൂ. അപ്പോൾ 7 മണിക്ക് അപ്പോയിൻമെൻ്റ് ഉള്ളൂ. അപ്പോൾ അത്രയും നേരം പെയിൻ താങ്ങാൻ പറ്റിയില്ല. അങ്ങനെ നേരെ കിംസിൽ പോയിട്ട് കാണിച്ച് ഇപ്പം ഗുളിക കഴിച്ച് ഇന്നലെ നൈറ്റ് ഞാൻ ഉറങ്ങിയിട്ടില്ല ഗൈസ്. അന്ന് ഗുളിക കഴിച്ചിട്ട് എനിക്കല്ല, പക്ഷേ ഇപ്പം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആയി. അപ്പം ഇതായിരുന്നു ഗൈസ് ആ ഒരു കഥ. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് പറ്റി, അതെന്താണ് പറ്റിയത്, എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്, എനിക്കറിഞ്ഞുകൂടാ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും വയറെന്ന് വെച്ചാൽ വേദന ഉണ്ട്. ഗുളിക കഴിക്കുമ്പോഴാണ് എനിക്കൊരു ആശ്വാസം ഉള്ളത്. ഇന്നലെ എനിക്ക് സംസാരിക്കാനേ വയ്യ. ഞാൻ ഇവരുടെ അടുത്തൊക്കെ ദേഷ്യം വരുന്നു, എല്ലായിടത്തും ദേഷ്യം വരുന്നു. എൻ്റെ അടുത്ത് ആശുപത്രി അങ്ങോട്ട് കൂട്ടുവരട്ടാ. ഞാൻ പറഞ്ഞു വേണ്ട, ആരും എൻ്റെ കൂടെ വരരുത്, ആരും എൻ്റെ കൂടെ വരണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കരഞ്ഞു വിളിച്ചൊക്കെയാണ് പോയത്. സാറിന് ആരും വന്നില്ലെന്ന് പറഞ്ഞില്ലേ കാരണം ഇപ്പോൾ വരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ കരഞ്ഞുകൂടത്. എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പം ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒരു 15-20 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് 15-20 വെച്ചാൽ എനിക്ക് അത്യാവശ്യം ഓർമ്മ വെച്ച ഒരു സമയം മുതൽ ഞങ്ങൾക്ക് ഓണം ഇല്ല. ഓണം വെച്ചാൽ ഞങ്ങൾക്ക് ഓണസദ്യയൊക്കെ ഉണ്ടാക്കിയാൽ പോലും ഞങ്ങളെ കഴിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ലായിരുന്നു. കാരണം നമുക്കിപ്പം എല്ലാ കറികളും വേണമെന്നില്ലല്ലോ. നമുക്കിപ്പം ഒരു 5 കറിയായാലും നമുക്ക് സമാധാനത്തിൽ സന്തോഷമായിട്ടിരുന്ന് കഴിപ്പ് ഇതുവരെ നടന്നിട്ടില്ല. അപ്പം ഇതുവരെ അങ്ങനെ നടന്നില്ല. ഞങ്ങൾ ഓൺ ഫാമിലി വീട്ടിൽ നടന്നിട്ടില്ല. അപ്പം എല്ലാ കൊല്ലം എന്ന് പറയണത് ഞങ്ങൾ അപ്പൂപ്പൻ്റെ അമ്മൂമ്മേരെ കൂടെയാണ് ഓണം ആഘോഷിക്കണം. അപ്പൂപ്പൻ അമ്മൂമ്മ മാമൻ്റെ വൈഫ് 2 മക്കൾ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണം. അപ്പം എല്ലാ കൊല്ലവും അങ്ങനെയാണ്. അപ്പം ഇക്കൊല്ലവും അങ്ങനെയാണ്. കാരണം പക്ഷേ ഇക്കൊല്ലം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് പുതിയ വീട് വരുമ്പോഴത്തേക്കും പുതിയ വീട്ടിൽ എല്ലാവരെയും വിളിച്ചിട്ട്, കാരണം എല്ലാ കൊല്ലവും ഓരോരോ ബന്ധുക്കളെ വീട്ടിലാണ് ഓണം. അതായത് തിരുവോണത്തിന് അപ്പൂപ്പൻ്റെ അമ്മേരെ അവിടെ, അത് കഴിഞ്ഞിട്ട് അമ്മേരെ ഏതെങ്കിലും കുഞ്ഞമ്മേരെ മാമൻ്റെ വീട്ടിൽ, അങ്ങനെയായിരുന്നു ഞങ്ങൾ ഇത്രയും വർഷത്തെ ഓണം. എൻ്റെ കൊച്ചിലെ ആണെങ്കിലും ഞങ്ങളവിടെ തിരുവോണത്തിന് ഓണം ഇല്ല, അതുകൊണ്ട് കഴിക്കാനൊന്നും സമ്മതിക്കില്ല. അപ്പം അപ്പച്ചിയാരവിടെ ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കസിൻസിൻ്റെ അങ്ങനെയൊക്കെ ആയിരുന്നു ഓണം. അപ്പം ഇപ്രാവശ്യം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളെ പുതിയ വീട്ടിൽ എല്ലാവരെയും വിളിച്ചിട്ട് ഓണം ആഘോഷിക്കണം. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു സന്തോഷമല്ലേ അങ്ങനെ. അപ്പം പക്ഷേ നടന്നില്ല. ബിക്കോസ് നമ്മുടെ ഈ ക്ലൈമറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഓണത്തിന് കെയറായിരുന്നു. കാരണം ഇപ്രാവശ്യത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്
അറിയാമല്ലോ ഗൈസ്, ക്ലൈമറ്റ്, പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഇഷ്യൂസൊക്കെ കാരണം നമുക്ക് കറക്റ്റായിട്ട് നടന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവാടാ. ഞങ്ങൾ നേരെ അപ്പൂപ്പൻ്റെ അങ്ങോട്ട് പോവാണ്. നമുക്ക് അവിടെ പോയി ഓണസദ്യ കഴിക്കാം ഗൈസ്. കമോൺ. അൺഹെൽത്തി ആയിട്ട് ജ്യൂസ് കുടിക്കട്ടെ. എന്തായാലും നമ്മളെന്നും പ്രായമാകുമ്പോൾ കുടിക്കാൻ പറ്റില്ല. എനിക്ക് കുശുമ്പാണ് ഗൈസ്, കാരണം എനിക്ക് കുടിക്കില്ല, എനിക്ക് അപ്പം കുരു വരും. അപ്പം എന്തായാലും കുശുമ്പ് അസൂയുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് അലയ്ക്കും. ഇവരെന്നും ഷേക്ക് കടിച്ചു കുടിക്കുമ്പോൾ ഞാൻ പറയുന്നത് ബഹളം വയ്ക്കും. അയ്യോ ഇത് ഷേക്ക് കുടിച്ചിട്ട് അസുഖങ്ങളൊക്കെ വരുത്തി വയ്ക്കാനാണൊക്കെ പറയും. പക്ഷേ ഉള്ളിൽ കുശുമ്പാണ്, കാരണം എനിക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ലാക്ടോസ് അലർജി ഉള്ളതുകൊണ്ട്, ഇൻടോളറൻസ് ഉള്ളതുകൊണ്ട് എന്തേലും വരണം ചിരിച്ചിരിച്ച് വരണം. വരുമോ? ഒരുങ്ങാൻ പോയേക്കാണ്. എൻ്റെ അമ്മയെന്ന് ഇപ്പോൾ മനസ്സിലായാലോ നിങ്ങൾക്ക്? ഒരു ഡൗട്ടും ഇല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റും. കമോൺ. ഓ നിനക്കിപ്പം നാക്കുണ്ടോ? ഇതുവഴി താഴെ ഇറങ്ങിപ്പോയാൽ ഞങ്ങൾ പണ്ട് താമസിച്ച ഈ വീട് കാണാം. ഓക്കെ, ഇഷ്ടപ്പെട്ടാ? ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാ? കളർ ഇഷ്ടപ്പെട്ടാ? ഓക്കെ. മറ്റേ അമ്മ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചെന്ന് എന്താ ആൾക്കാർ വിചാരിക്കൂലേ? ഞാൻ പറഞ്ഞൊന്നും പഠിപ്പിച്ചല്ല. We are just like this. ഞങ്ങൾ ഇങ്ങനെയാണ്. അപ്പൂപ്പന് ഇഷ്ടപ്പെട്ട ഷർട്ടും മുണ്ട്? ഇത് നാച്ചുറൽ ആക്ടിങ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഗൈസ്. അവന് ഉറപ്പയ്യനല്ലേ അമ്മ? ഇതുപോലെ എൻ്റെ അടുത്ത ഉറപ്പയ്യൻ. എല്ലാം ചെറുതാണെന്നേ ഉള്ളൂ. ഹലോ, അവിടെ നിന്നാണ് ഗൈസ് ആ സൗണ്ട്. അവൻ്റെ അമ്മ നിൽക്കണ്. എൻ്റെ അമ്മ നേരത്തെ കെട്ടിച്ചു വിട്ടിരുന്നു. താമസിച്ചായിരുന്നെങ്കിൽ അല്ലേ അമ്മ? എങ്കിൽ ഞാൻ അബിയെ കെട്ടിയേനെ. അബിയ മക്കൾ എവിടെ പോയിരുന്ന? മിണ്ടൂലേ? ഹലോ. പാൽ വെർമസലി പായസം. ഇത് കരിഞ്ഞോ അമ്മ? മറ്റേ വെർമസലി വഴട്ടിയത് പൈസ ഇപ്പം ഞാൻ വഴട്ടണമായിരുന്നു. എന്ത് സീരിയസ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ വാവ് സൂപ്പറാണ്. ഇവിടെ ഇങ്ങനെ ഇട്ടാ മറ്റുള്ള അച്ചാറിന് വെള്ളം മസാല കാണൂല. ഈ അറ്റത്ത് ഇവിടെ ഞാൻ വയ്ക്കും. എനിക്കറിയാം. വിളമ്പണത് കണ്ടിട്ടുണ്ടല്ലേ കല്യാണത്തൊക്കെ പോകുമ്പോഴത്തേക്ക്. ഇങ്ങനെ നാരങ്ങ, രണ്ടാമത് നാരങ്ങയാണ് വിളമ്പാനുള്ളത്. നിങ്ങൾ വിളമ്പി. ഓ അവിടെ എത്തി കൂടിപ്പോയല്ലേ ഇഞ്ചി? അത് അബീരിയാണ്. ഇഞ്ചി അത്രയും കൂട്ടണം. എന്ത് ഇഞ്ചി കൂട്ടാൻ? ഇഞ്ചി കൂട്ടണം, ദഹനമൊക്കെ നടക്കട്ടെ. ശരിയാണ്. ഒരു ഇഞ്ചിക്ക് ചിപ്സ്. അല്ല അബിക്ക് ചിപ്സ് വേണ്ട. അയ്യോ സാധാരണ ചിപ്സൊക്കെ ഇവിടെ അല്ലേ വയ്ക്കണം? നിങ്ങൾ എന്താ തന്നെ ചിപ്സ്? അയ്യോ സോറി, അബിക്ക് ഒന്നും മതിയായിരുന്നു. കണ്ട ഗൈസ്, അവന് പരിപ്പ് ഇഷ്ടമല്ല. നമ്മളിവിടെ ഇരിക്കണതിൻ്റെ കാര്യം അകത്ത് വെളിച്ചമില്ല. ഇവിടെ ആകുമ്പോൾ നമുക്ക് വെളിച്ചം കണ്ട് പ്രകൃതിയെ കണ്ട് കഴിക്കാം. ഇതാ വരണം. സാമ്പാർ. ഇവരൊക്കെ കഴിക്കുമല്ലോ. ഈ തോരൻ തിന്നാത്ത ചെറുക്കന് തോരൻ കൊടുത്താര്? മതി. ചിപ്സിന്റെ ആളിപ്പം വരും.
ഒരു സെക്കൻഡ് കാര്യം വേണ്ട, ശരിയാണ് അവൾ പറഞ്ഞത്. നമുക്ക് പപ്പ വേണ്ട. പിന്നെന്തിനു വാങ്ങണം നീ? ആര് പറഞ്ഞു? ഇന്നാളെ എനിക്ക് 48 കിലോ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഞാൻ 50 കിലോ ഉണ്ട്. വണ്ണം വെച്ചിരുന്നിട്ട് ബോളി ഉണ്ടോ അപ്പ? ബോളി ഉണ്ടോ പൈസ? ഇല്ലേ? ഇവിടെ കാണൂലായിരിക്കും വെച്ച പോളി. ബൂന്തി ഉണ്ടാ? ആ എങ്കിൽ അക്കുവിൻ്റെ അടുത്ത് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയാം. സോ ഗൈസ്, ഒരാൾ ഇവിടെ മിസ്സിങ് ആയിരുന്നു, അയാളിപ്പം വരും. എടാ മക്കളിങ്ങി വാ. കിറുങ്ങി വരണം, ഇങ്ങനെ വരണം, മതാലസനെ പോലെ. ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള ഉടുപ്പ് ഇട്ടുകൊണ്ട് വരണം. എന്തോ മക്കളെ ചൂടായോണ്ട് അത് ഇട്ടോണ്ട് പോയാ? നല്ല പൊക്കം വെച്ച് പ്രശാന്ത് അമ്മ താമ്മാവൻ കൊണ്ടുവന്ന അവൻ എന്തിനാ ഗൈസ് കൊണ്ടുവന്നത്? ബാളി ബാളി ബാളി. ഞാൻ പായസം കുടിക്കൂലല്ലോ, ഈ അമ്മയാണേ ഗൈസ്, ഞാൻ പായസം കുടിക്കൂലല്ലോ, പക്ഷെ ഈ കൊതിയുള്ളതുകൊണ്ട് വാങ്ങിച്ച് ബോളി താ. ബോളിയും പായസം കൂടെ ഇവര് സമ്മതിക്കില്ല, ഇവര് ഭയങ്കര അക്രമം. എടാ നീ കഴിച്ചാ? ഓ എത്തിമിണ്ടായിരിക്കോ? കഴിച്ചാ? എങ്ങനെ ഉണ്ടായിരുന്നു? എടാ നല്ല മണം. നീ സ്പ്രേ അടിച്ചോണ്ടാ പോയത്? ആ നല്ല മണമുണ്ട്. നോക്കട്ടെ, മുഖം നല്ല ചന്തമുണ്ട് കാണാൻ. നോക്കട്ടെ, സൺസ്ക്രീനാ? ചാനായി. ആ ബോളി കുടിച്ചിട്ട് എടുത്തു തരും, പായസം കുടിച്ചിട്ട്. അതല്ല, ആരെങ്കിലും എടുക്കും, നീ പോയി എടുത്തോണ്ട് കൊടു. ചെല്ല് ആരെങ്കിലും എടുത്തോണ്ട്. ഒരു ചൂട്ടിന് വേണ്ടിയിട്ട് അടിയാവും. ഒരു ചൂട്ടിനാണേ, ആ ചൂട്ടിനാണ് അവ ഓടണത്. അതുവഴി ആരെങ്കിലും വന്നാൽ ചൂട്ട് കൊണ്ടുപോകും. അപ്പം അത് പേടിച്ചിട്ടാണ് അവർ ഇപ്പൊ വെപ്രളപ്പെട്ട് അവരെ കൊണ്ട്. യെസ്, മണ്ണെണ്ണയ്ക്കാണ്. അയ്യോ എനിക്കൊന്നും മതി. ഗൈസ്, ബോളിയും പായസവും ഒക്കെ വാടാ. വേണ്ടേ? കൈ ഉണങ്ങി, ഇവനെയും കാത്തിരുന്ന് ബോളി വാങ്ങിച്ചുകൊണ്ട് വരാൻ. ഉണങ്ങിയ കല്യാണം പയ്യെ നടക്കുള്ളതാണ് എന്നാണ് നമ്മൾ ഇവിടെയൊക്കെ പറയണത്. നമ്മൾ കഴിച്ചിട്ട് കൈ ഉണങ്ങാണെന്നുണ്ടെങ്കിൽ കല്യാണം താമസിക്കുമെന്ന് അല്ലേ അമ്മ? കല്യാണം പയ്യെ നടക്കുള്ളന്നല്ലേ പറയണം, കഴിച്ചിട്ട്. മതി 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 മതി. അയ്യോ തന്നെ ഗൈസ്, ഇതാണ് ഇത്. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരംകാരുടെ സ്റ്റൈൽ. ഇവരെല്ലാവരും കൊതി വിടും, നമുക്ക് കുറച്ച് കളയാം. ഇവര് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതാണ്ട ഇവരെന്നെ സമ്മതിക്കൂല, പറയുന്നത് ഇങ്ങനെ. ഞാൻ ഇതൊന്നും എടുത്തോട്ടാ, ഭയങ്കര അക്രമങ്ങൾ കഴിച്ച് വിടാം. ഇത് വേണ്ട, ഇങ്ങനെ വേണം നമ്മൾ കഴിക്കാൻ. ഒത്തൻറ്റിക്. നേരത്തെ ഒരു പാട്ട് പാടിയില്ല, അത് പാടിക്കാണ്. മറന്നുപോയാ? മിണ്ടായിരിക്കാൻ പറഞ്ഞോണ്ട് ഇനി 1 മണിക്കൂർ അവർ മിണ്ടായിരിക്കും. ഓക്കെ ഗൈസ്, തിരക്കായതുകൊണ്ടാണ് പോവാത്തത്. അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം എനിക്കൊരു സന്തോഷം വെച്ചാൽ എനിക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം ഇതൊന്നും നമ്മൾ ലൈഫിൽ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈശ്വര, എനിക്ക് നാളെ ഒരു ഓണത്തിന് ഇവർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ദൈവവും സഹായിച്ചു, നിങ്ങളും ഒരേപോലെ കൂടെ നിന്നു. അതുകൊണ്ടൊക്കെയാണ് പറ്റിയത്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്കും പല ആഗ്രഹം കാണും. ഓണത്തിന് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം കാണും. പക്ഷേ ഈ ഓണത്തിന് നടന്നില്ലെങ്കിലും അടുത്ത ഓണത്തിന് നടക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു 1 ഇയർ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കാത്തതായിട്ട് കാര്യങ്ങളൊന്നുമില്ല ലോകത്ത്. മരിക്കാതിരിക്കുകയുള്ളൂ. അതും ഇപ്പം അറിയാമല്ലോ, നമുക്ക് ഇങ്ങനെ കൊണ്ടുവച്ച് ഫ്രീസറിലൊക്കെ വെച്ച് കുഴിപ്പിച്ചൊക്കെ എടുക്കാം. അപ്പം അതൊക്കെ ഇതാണ്. ഞാൻ അത്യാഗ്രഹങ്ങളല്ലാത്ത ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട് ഇവരെ ഒരു ഓണത്തിന് ഇവരെ ആഗ്രഹിക്കണം, അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി തൊഴിപ്പിക്കണം, അല്ലെങ്കിൽ ഇവരൊരു സ്ഥലത്ത് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അതൊക്കെ എനിക്ക് നടത്തിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. സോ ഗായ്സ്, അപ്പം ഈ ഓണം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ ബൈ ബൈ.